ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. കുമ്പളങ്ങി ബസാർ ബ്രദേഴ്സ് റിയൽ എഫ്സിയും IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവൻ രക്ഷിക്കാൻ കരങ്ങൾ നീട്ടി കുമ്പളങ്ങി ബസാർ ബ്രദേഴ്സ് റിയൽ എഫ്സിയും IMAയും സംയുക്തമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് വിജയകരമായി നടന്നു. കുമ്പളങ്ങി നോർത്ത് സെയിന്റ് ജോസഫ് സ്കൂൾ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേർ രക്തം ദാനം ചെയ്തു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ 1-ാം വാർഡ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ കോവി സാബു, വേദിയിലിരിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥൻ, പ്രിയപ്പെട്ട കുമ്പളങ്ങി ഔട്ട് പോസ്റ്റ് SI, AIYFന്റെ നേതാവ് ശ്രീ സ്മിത, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട അനില്, ശരത്, മറ്റ് FC ബസാർ പ്രദേശ് FCയുടെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം യുവാക്കളെ ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ച് ഫുട്ബോൾ മാമാങ്കങ്ങൾ കുമ്പളങ്ങിക്ക് സമ്മാനിച്ച റിയൽ FC ബസാർ പ്രദേശ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതുമയാർന്ന പരിപാടികൾ, 3ാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഫുട്ബോൾ മാച്ചുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രക്തദാന ക്യാമ്പ് IMAയുടെ സഹകരണത്തോടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കുമ്പളങ്ങിയിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ അപൂർവമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഈ രക്തദാന ക്യാമ്പിന് അത് സംഘടിപ്പിക്കുവാനായിട്ട് ഇതിലേക്ക് വന്ന റിയൽ FC ബസാർ പ്രദേശിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഇതുപോലുള്ള ചെറുതും വലുതുമായ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴാണ് വളർന്നു വരുന്ന യുവാക്കളെ മറ്റ് മേഖലയിൽ നിന്ന് തിരിച്ച് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത പോലുള്ള പദ്ധതികളിലേക്ക് മാറ്റം വരുത്താൻ കഴിയുള്ളൂ. മുൻകാലത്ത് നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുടെ യൂത്ത് സംഘടനകൾ വളരെ സജീവമായി വരും. പക്ഷെ പിൽക്കാലത്ത് വരുമ്പോൾ അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും മറ്റ് CPIയുടെ സംഘടന അടക്കമാണെങ്കിലും ഇത് വളരെ ശുഷ്കിച്ച് അതിലേക്ക് കൂടുതൽ ആളുകൾ, ചെറുപ്പക്കാർ അതിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മതസംഘടനകൾ, KCM, അതുപോലെ SNDPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഉണ്ടായപ്പോൾ ആ ഒരു കൂട്ടായ്മയൊക്കെ ഇവിടെ ഈ നാട്ടിലൊക്കെ നിലനിന്നിരുന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ മാറി സഞ്ചരിക്കുമ്പോഴാണ് അവർക്ക് വേറെ മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കാനോ അതിലേക്ക് തിരിഞ്ഞു പോകും. അപ്പൊ അതെല്ലാം മാറ്റി ഫുട്ബോൾ ഒരു ലഹരിയാക്കുക, സ്പോർട്സ് ഒരു ലഹരിയാക്കുക എന്നതിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നമ്മുടെ യുവ തലമുറയെ മാറ്റിയെടുക്കാൻ കഴിയും. ഈ പുതിയ സംരംഭത്തിന് റിയൽ FC ബസാർ പ്രദേശ് സംഘടിപ്പിച്ച ഈ രക്തദാന ക്യാമ്പ് എന്തുകൊണ്ടും നാടിന് ഗുണകരമാണ്. നമുക്ക് IMAയുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഡോക്ടേഴ്സ് അടക്കമുള്ള മറ്റ് ജീവനക്കാരെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന റിയൽ FC ബസാർ പ്രദേശിന്റെ സഹപ്രവർത്തകരെയും കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള കുമ്പളങ്ങി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ നവീൻ അവരുടെ സ്വാഗതം ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ 1-ാം വാർഡ് മെമ്പർ ശ്രീ KV സാബു, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി കുറുപ്പശ്ശേരി, IMAയിലെ ഡോക്ടർ, AIF കൊച്ചി മണ്ഡലം ശ്രീ ജിത്ലാൽ, ഈ
കുമ്പളങ്ങി ബസാർ ബ്രദേഴ്സ് റിയൽ എഫ് സിയുടെ പ്രസിഡന്റ് ശ്രീ ശരത്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു സാധാരണ പരിപാടിയല്ല, ഒരു മഹത്തായ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. രക്തദാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ രക്തം കാത്തുകൊണ്ട് ഓരോ ആശുപത്രികളിലും രോഗികളായ ഒരുപാട് ആളുകൾ, ആക്സിഡന്റിൽപ്പെട്ട് അപകടത്തിൽ കിടക്കുന്ന ആളുകൾ, അതുപോലെ പ്രസവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ത്രീകൾ, ക്യാൻസർ പോലെയുള്ള മഹാമാരിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾ, അവർക്കെല്ലാം ഒരു ആശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അതിലൂടെ 1 യൂണിറ്റ് രക്തം നമ്മൾ ദാനം ചെയ്യും. ചടങ്ങിൽ ബസാർ ബ്രദേഴ്സ് റിയൽ എഫ് സി പ്രസിഡന്റ് ശരത് സ്വാഗതം പറഞ്ഞു. 1-ാം വാർഡ് മെമ്പർ KV സാബു അധ്യക്ഷത വഹിച്ചു. കുമ്പളങ്ങി ഔട്ട് പോസ്റ്റ് SI നവീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. AIYF കൊച്ചി മണ്ഡലം പ്രസിഡന്റ് സ്മിജിത് ലാൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എല്ലാ രക്തദാതാക്കൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ക്യാമ്പിന് രതിൻ, അരുൺ, അനൂപ്, രാഹുൽ, അഭിരാം, വിവിൻ, കുക്കു, ഷാരൂഖ്, ആഷിഖ്, ഷിജു, ആദർശ്, അജിത് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും രക്തദാതാക്കൾക്കും ബസാർ ബ്രദേഴ്സ് റിയൽ എഫ് സി സെക്രട്ടറി അനിൽകുമാർ നന്ദി പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഔട്ട് പോസ്റ്റ് SI ആയിട്ട് ഇന്നലെ ചുമതലയെടുത്ത SI ശ്രീ നവീൻ സാർ, PMAയുടെ എറണാകുളം ഘടകം ഇവിടെ ക്യാമ്പിന്റെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ സിദ്ധാർത്ഥ് അവർ, AIYF പള്ളൂരുത്തി മണ്ഡലം പ്രസിഡന്റ് ശ്രീ സ്മിത് ലാൽ, ബസാർ ബ്രദേഴ്സിന്റെ റിയൽ എഫ് സിയുടെ പ്രസിഡന്റ് ശ്രീ ശരത്, ശ്രീ അനിൽ ദാമോദരൻ, ശ്രീ ഷാജി, മറ്റ് പ്രിയമുള്ളവർ. ബസാർ ബ്രദേഴ്സ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളെങ്കിലും പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ്. ഇപ്പോഴുള്ള ഈ ബസാർ ബ്രദേഴ്സ് റിയൽ എഫ് സി നയിക്കുന്ന യുവാക്കളുടെ രക്ഷാകർത്താക്കൾ ആയിരുന്നു ആദ്യകാലത്ത് ഈ ബസാർ ബ്രദേഴ്സിന്റെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഗുണം നമ്മൾ ഏവർക്കും അറിയാവുന്നതാണ്. രക്തദാനം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല, ഒരു ഫാക്ടറിയിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാധനമല്ല. ഇതുപോലെയുള്ള സന്മനസ്സുള്ളവരുടെ ഒരു കൂട്ടായ്മയിലൂടെ ക്യാമ്പുകൾ നടത്തിയും മറ്റുമാണ് നമുക്ക് രോഗികൾക്ക് ഇതുപോലുള്ള രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു മഹത്തായ ക്യാമ്പ് സംഘടിപ്പിച്ച സംഘാടകർക്കും അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന IMAയുടെ ഒഫീഷ്യൽസിനും ഈ രക്തദാനം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റേ PLFC മറ്റിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ടവരെ, വേദിയിലും മറ്റ് വിശിഷ്ട വ്യക്തികൾ, വളരെ നല്ലൊരു കാര്യമാണ് രക്തദാനം. അത് തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലത്. നിങ്ങളുടെ 3ാമത്തെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണെന്നാണ് ഞാൻ സംഘത്തിലൂടെ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെയുള്ള ക്യാമ്പുകൾ വീണ്ടും തുടരട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്, പക്ഷേ ഞാൻ 2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ യുവാക്കൾ, ബഹുമാനോട് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞു മയക്കുമരുന്ന് മറ്റുള്ള കുറിച്ചൊക്കെ പറഞ്ഞു. മറ്റ് മയക്കുമരുന്ന് പോലുള്ള മാരക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ യുവാക്കളെ പിന്തിരിപ്പിക്കാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യ പ്രവണത വളരെയധികം വർദ്ധിച്ചു.